ഹലോ, എന്തല്ലോ നമുക്ക് മഴയത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയാലോ? അതും ഏഷ്യയിലെ ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ സ്പൈസ് കോസ്റ്റ് മാരത്തോണിൻ്റെ ടീഷർട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നടക്കുന്ന മാരത്തോണുകളിൽ ഏറ്റവും നമ്പർ 1 സ്പൈസ് കോസ്റ്റ് മാരത്തോണാണ് കേട്ടോ. ഏകദേശം 3000 മുതൽ 4000 റണ്ണേഴ്സാണ് അവിടെ പല കാറ്റഗറികളിലായിട്ട് ഓടാൻ വരുന്നത്. അപ്പോൾ ഈ സ്പൈസ് കോസ്റ്റ് മാരത്തോൺ നടക്കുന്നത് എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2023 ഒക്ടോബറിലാണ് ഇത് ഓടാൻ പോയത്. എല്ലാ വർഷം ഒക്ടോബർ നവംബർ ആ ടൈമിലാണ് ഈ സ്പൈസ് കോസ്റ്റ് മാരത്തോൺ നടക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു റണ്ണറാണെങ്കിൽ കേരളത്തിൽ എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ട ഒരു മാരത്തോണാണ് ഈ സ്പൈസ് കോസ്റ്റ് മാരത്തോൺ കേട്ടോ. ഒരു മരം ഇങ്ങനെ പൊട്ടി വീണിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലൂടെ സൈക്കിൾ എടുത്തിട്ട് വേണം പോകാൻ. ക്രിക്കറ്റ് കളിക്കുന്നതിന് മുന്നേ ആയിട്ട് സ്റ്റംപ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ രാകേഷ് ചേട്ടനാണ് ഇപ്പം ബാറ്റ് ചെയ്യുന്നത്. രാകേഷ് ചേട്ടനാണ് എന്നെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ഇതാണ് കേട്ടോ നമ്മുടെ സ്കോർ ബോർഡ്. ബാറ്റിംഗ് ടീമിലെ ആർക്കെങ്കിലുമാണ് സ്കോർ എഴുതാനുള്ള ചുമതല. നല്ല വാശിയേറിയ മത്സരമായിരുന്നു. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് കളി നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. വേലിയേറ്റ സമയമായതുകൊണ്ട് കടൽ കരയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇത് കളിയെ ഒട്ടും ബാധിച്ചില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ചേട്ടൻ്റെ വകയുള്ള ഒരു സമ്മാനമായിരുന്നു ഈ കാണുന്ന ചക്ക. ചക്ക കിട്ടിയപ്പോൾ സ്വന്തം ടീമെന്നോ എതിർ ടീമെന്നോ വേർതിരിവൊന്നും ഉണ്ടായില്ല. കൂട്ടത്തിൽ ഞാനും നൈസായിട്ട് 2 ചോള ചക്ക സംഘടിപ്പിച്ചു. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്ക് നല്ല വെയിലായി കേട്ടോ. ഇതാ ഞാൻ രാകേഷ് ചേട്ടനെ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ രാകേഷ് ചേട്ടൻ കേട്ടോ. രാകേഷ് ചേട്ടനാണ് നമ്മളെ ടീമിൻ്റെ ക്യാപ്റ്റൻ. അങ്ങനെ നമ്മൾ 2 കളി ജയിച്ചില്ലേ ഇന്ന്? 2 കളി ജയിച്ചു. ടോട്ടൽ 3 കളി ജയിച്ച് 2 നമ്മൾ ജയിച്ചു. ഓക്കെ, അപ്പം ബൈ ബൈ.